ഞാൻ ഇറങ്ങുന്നു. ഇന്ന് രവിയേട്ട എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? ആ, കോടതിയിൽ പോകാനുള്ള തിരക്കൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവും. ആ, മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ജയിക്കേണ്ട കാര്യങ്ങളല്ല. സോറി. ഇന്ന് നേരത്തെ വരില്ല രവിയേട്ട? എന്താ വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷം വല്ലതുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ വരുള്ളൂന്നുണ്ടോ? അല്ല, മുത്തശ്ശിയുടെ പിറന്നാളാണെന്നും മുത്തശ്ശന്റെ ശ്രാദ്ധമാണെന്നും ഒക്കെ ഇടയ്ക്ക് എന്തുകുട്ടി പറയാറില്ലേ? അതുപോലെ വല്ലതുമാണെന്ന് അറിയാൻ ചോദിച്ചത്. അതൊന്നുമല്ല, വൈകിട്ട് നമുക്കൊന്നിച്ച് അമ്പലത്തിലൊന്ന് പോണം. എന്താ പ്രത്യേകിച്ച്? അതൊക്കെ വൈകുന്നേരം വന്നിട്ട് പറയാം. ഓ, സസ്പെൻസ് ആണല്ലേ. വയലെല്ലാം എടുത്താടോ, പോയി തുപ്പിട്ട് പാടും. ആ എന്തു, ഞാൻ പോയിട്ട് കാറയക്കാം. കല്യാണിയമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും. അതെ. കല്യാണിയമ്മേ, ശാന്തടുത്തി മുറിയിലുണ്ടോ നോക്കിയേ, ഞാനിപ്പോ വരാം. ശ്രീദേവിക്ക് വേണ്ടി കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുത്തോട്ടെ? പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് നിയമം. ശരി, കൊടുത്തോളൂ. എന്തിനാ ഇതെല്ലാം? ആപ്പിൾ കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ഇത്രയും സ്നേഹം കാണിക്കാൻ നിങ്ങളുടെ സഹോദരിയാണെന്ന് കരുതിയാൽ മതി. ഞാനിവിടെ സാധാരണ കിടക്കുന്ന ഒരു രോഗിയെ പോലെയല്ല. 7 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിയാണ്. എല്ലാം എനിക്കറിയാം. ആഹാ, ഇന്ദു ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? വരൂ, വരട്ടെ. ചേച്ചി, എന്റെ എന്തു പറ്റി? പറയൂ ചേച്ചി. ഇന്ന് രവിയേട്ട എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? കോടതിയിൽ പോകാനുള്ള തിരക്കുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവില്ല. ആ, മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ജയിക്കേണ്ട കാര്യങ്ങളല്ല.
നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈശ്വരന്റെ കൽപ്പനകൾ അനുസരിച്ചല്ലേ പറ്റൂ. എഴുന്നേറ്റ് ചെന്ന് കുളിച്ചു വല്ലതും കഴിക്കാൻ നോക്ക്. എത്ര ദിവസമെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്നത്? എഴുന്നേക്ക് രവി. നിനക്കിന്ന് പോവാന്ന് ഡോക്ടർ പറഞ്ഞു. വേഗം റെഡിയാണ്. കുഞ്ഞിനെ വരും. ശ്രീദേവി മടങ്ങി വരുമ്പോ ചിലപ്പോ ഞാൻ ഉണ്ടാവില്ല. സെപ്റ്റംബർ 15 തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം. രവി, രവി വരുന്നില്ലേ? കോടതി കൂടാൻ സമയമായി. ഞാനിന്ന് ലീവാണ്. എന്താ രവി ഇത്? ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? എല്ലാം ഫേറ്റാണ്. നമ്മൾ അഡ്വക്കേറ്റന്മാർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാത്തവരാണെന്ന് പലരും പറയുന്നത് കേൾക്കാം. എല്ലാം ഇനി ഓർമ്മകളിലേ സൂക്ഷിക്കാനാവും. രവിട്ട, എന്താ രവിട്ട ഇത്? ഷൂ ഇട്ടുകൊണ്ടാണ് അകത്ത് പോന്നേ? കൊച്ചുകുട്ടിയല്ലേ എന്നിങ്ങനെ ഓർമ്മിപ്പിക്കാൻ. സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എടി പെണ്ണെ, നീ കൊച്ചിനെ വെച്ചിട്ടുള്ള പണിയൊന്നും എടുക്കണ്ടേ? കൊച്ചിനെ എവിടെ കിടത്തിട്ടൊന്ന് ജോലി എടുക്ക്. ആ, കുഞ്ഞുങ്ങളായ കരയൊക്കെ ചെയ്യും. നീ ആദ്യമായിട്ട് പ്രസവിച്ചത് കൊണ്ടാ. 2-3 ആകുമ്പോ ഒക്കെ ശരിയായിക്കോളും. ചെല്ലേ, ഇല്ലെങ്കിൽ വാർഡൻ ഞങ്ങളെയാ ചീത്ത പറയുന്നത് അല്ലേടി? ആ ചെല്ലു വേണ്ടേ? നീ വാങ്ങിച്ചിരിക്കുന്നു.
കേൾക്കുന്നുണ്ടാവും. നീ എന്നെ ശ്രീദേവി എന്ന് പറഞ്ഞേക്കും. കൊണ്ടുവന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ്. എന്തു മരിച്ച ദുഃഖം ഇന്നും തന്നെ വിട്ടുമാറിയിട്ടില്ലെന്നറിയാം. ഒരിക്കലും അത് മാറുകയുമില്ല. എന്നാലും താൻ ചെറുപ്പമാണ്. ഈ ഏകാന്തതയിൽ നിന്നും കുറച്ചെങ്കിലും മോചനം കിട്ടണമെങ്കിൽ താൻ മറ്റൊരു വിവാഹം കഴിക്കണം. ശരി അരവി, നീ ഒരു വിവാഹം കഴിച്ചാലേ. ഇല്ല ശാന്തരതി, ഇനിയൊരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. തന്നെ ഞങ്ങൾ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. വിവാഹം കഴിഞ്ഞ ഉടനെ എത്രയോ പേരുടെ ഭാര്യമാർ മരിച്ചിരിക്കുന്നു. അവരൊക്കെ ജീവിക്കുന്നില്ലേ? എല്ലാം ഓരോരുത്തരുടെ ഫേറ്റാണ്. മേനോൻ ചേട്ടനും ശാന്തയെടുത്തും എന്നെ നിർബന്ധിക്കരുത്. എന്റെ ഇന്ദുവിന്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയെ ഇല്ല, എനിക്കതിന് കഴിയില്ല. രവിയേട്ടനല്ലേ ശ്രീദേവിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ശാപം കിട്ടുമെന്ന് എനിക്ക് പേടി. പെണ്ണ് മനസ്സുകൊണ്ട് ശപിച്ച എന്താ ഉണ്ടാവാന്നറിയോ? വീട്ടിലുള്ളവർക്കാ അതിന്റെ ദോഷം. അവിവാഹിതയായ നിങ്ങൾ ഇപ്പോൾ 3 മാസം ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? മാന്യന്മാരായ എല്ലാ തന്തമാരുടെയും പേര് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെയെങ്കിലും പേര് പറയാമോ? പിതാവ് ആരാണെന്ന് അറിയാത്ത ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവളെന്ന് വിശ്വസിക്കാൻ കഴിയും? ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് പ്രതി എന്നത് സ്പഷ്ടമാണ്. She deserves the maximum punishment. ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ രവിയേട്ടൻ ഈ കേസ് വാദിക്കുമായിരുന്നു. ഹലോ, താനെന്താടോ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? പിന്നെ എന്തൊക്കെയുണ്ട്? തന്റെ തീരുമാനത്തിന് വല്ല മാറ്റവും ഉണ്ടായോ? ആദ്യമൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ലെന്നും മറ്റൊരു വിവാഹം വേണ്ടെന്നും ഒക്കെ തോന്നും. പിന്നെ കാലമല്ലേടോ, അവൻ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തീരുമാനത്തെ തന്നെ ചിലപ്പോൾ മാറ്റിയെന്ന് വരും. ആ തീരുമാനത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാണ്. എന്താ കാര്യം? ഒരു കൊലക്കേസിൽ 7 കൊല്ലം ശിക്ഷിച്ച് ഇവിടെ ജയിലിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ശ്രീദേവി. ശ്രീദേവി? ഓ, മനസ്സിലായി. അവളിപ്പോ പെൺകുട്ടിയൊന്നുമല്ല, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. 6 മാസം മുമ്പ് അവള് പ്രസവിച്ചു. ഞങ്ങൾക്ക് കുറ്റവാളികളെ മാത്രം നോക്കിയാൽ പോരല്ലോ, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി നോക്കണം. എന്താ പ്രത്യേകിച്ച്? എനിക്ക് അവരെ ഒന്ന് കാണണം. എന്താ, അപ്പീൽ പോകാൻ വല്ല പരിപാടിയുണ്ടോ? അതിന് ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടറല്ലേ. പിന്നെന്താണാവോ? ഇന്ദുവും ശ്രീദേവിയും തമ്മിൽ പരിചയക്കാരായിരുന്നു. എനിക്ക് അവരെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, കാണാമല്ലോ. വരൂ.